നമ്മുടെ ജീവിതം 100 വയസ്സെന്ന് വിചാരിക്കുക. അത് മൃഗങ്ങളോട് താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ ഇദ്ദേഹം പറയുന്ന പോലെ ഏകദേശമൊക്കെ ഇരിക്കും. ഒന്ന് കേട്ടു നോക്കി. ജീവിതത്തില് 100 വയസ്സെന്ന് കണക്കാക്കിയാൽ അല്പസ്വല്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വന്നെന്ന് വരാം. പക്ഷെ 100 വയസ്സെന്ന് ഏകദേശം കണക്കാക്കാം. അങ്ങനെ കണക്കാക്കിയാൽ 5 ജന്തുക്കളുടെ ജീവിതത്തോട് ആ ജീവിതം ഉപമിക്കാവുന്നതാണ്. 5 ജന്തുക്കളുടെ ജീവിതത്തിൽ ആദ്യത്തെ 20 വർഷം എന്ന് പറയുന്നത് പൂച്ചയുടെ കാലഘട്ടം. എല്ലാവർക്കും ഇഷ്ടമാണ്, എവിടെയും കയറത്തില്ല, എല്ലാവരും കെട്ടിപ്പിടിക്കും, മുമ്പ് വെക്കും, കൂട്ടത്തിൽ കിടക്കും. അങ്ങനെയുള്ള ഒരു കാലഘട്ടമാണ് ആദ്യത്തെ 20 വർഷം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഘട്ടം 20 മുതൽ 40 വരെ കുതിരയുടെ കാലഘട്ടമാണ്. 4 കാലം പഠിച്ച് പായും. ഏത് വഴിക്കാണെങ്കിലും കള്ളു പിടിക്കുകയാണെങ്കിൽ പരമാവധി കള്ളു പിടിക്കും, അടി ഉണ്ടാക്കുകയാണെങ്കിൽ പരമാവധി അടി ഉണ്ടാക്കണം, നല്ലവനാണെങ്കിൽ നല്ലവനായിട്ട് ചെയ്യും. അങ്ങനെയുള്ള ഒരു കാലഘട്ടമാണ് 20 മുതൽ 40 വരെ. 40 മുതൽ 60 വരെ കഴുതയുടെ കാലഘട്ടം. ചുമട് പെമ്പിളേര് പ്രായങ്ങളെ കെട്ടിച്ചു വിടണം, പ്രയോജനം ഉണ്ടാക്കണം, ആഭരണം ഉണ്ടാക്കണം. ചെറുക്കന്മാർ ഒത്തുവരുന്നില്ല. ആമ്പിള്ളേരെ കെട്ടിച്ചു വന്നോളും കെട്ടി വന്ന് പെണ്ണും അമ്മായിമ്മയായിട്ട് പൊരുത്തമില്ലാതെ വരണം. പിന്നെ അവരെ വേറെ വിടണം, സ്ഥലം ഉണ്ടാക്കണം, വീടുണ്ടാക്കണം. ഈ വക പൊതുവെ ചുമടിന്റെ ഒരു കാലഘട്ടം, കഴുതയുടെ ഒരു കാലഘട്ടം. 60 മുതൽ 80 വരെ പട്ടിയുടെ കാലഘട്ടമാണ്. ഇപ്പൊ ഞാനിരിക്കുന്ന പോലെ യൂണിവേഴ്സിറ്റി ഇരിക്കും, ആരെങ്കിലും ഇവിടെ ആരാ ഇവിടുത്തെ ബോബി ഒന്ന് കാണാൻ ബോബി നിന്നെ കാണാൻ ഒരാളെ വന്നിരുന്നു. ബോബി അവര് തമ്മിൽ കെട്ടിപ്പിടി, നീ എപ്പോഴാണ് വന്നതിന് കെട്ടിപ്പിടി അകത്തേക്ക് വിടും. ഈ മനുഷ്യനാട് യാതൊരു ബന്ധവും, വെറും പട്ടി.